നമസ്കാരം. ധനമന്ത്രി കെ എം മാണി അദ്ദേഹത്തിൻ്റെ 11ാമത്തെ ബജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നു. സാമൂഹ്യക്ഷേമ പദ്ധതികൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് അതേസമയം വൻകിട പദ്ധതികൾ പ്രഖ്യാപിക്കാതെ പുതിയ നികുതി നിർദ്ദേശങ്ങളുമായാണ് അദ്ദേഹത്തിൻ്റെ 11ാം ബജറ്റ്. ശ്രീ കെ എം മാണി ഇപ്പോൾ നമ്മോടൊപ്പമുണ്ട്. മാണി സാർ, സ്വാഗതം. പെൻഷൻ പ്രായം പുതുതായി സർവീസിൽ കയറുന്ന ആളുകൾക്ക് 60 വയസ്സാക്കിക്കൊണ്ടുള്ള പ്രഖ്യാപനമാണ് അങ്ങയുടെ ബജറ്റിലെ ഒരുപക്ഷെ ഏറ്റവും ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന ഒരു നിർദ്ദേശം. അത് അങ്ങ് നിയമസഭയിലെ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നില്ല, അതിനുശേഷം വാർത്താ സമ്മേളനം നടത്തിയപ്പോഴാണ് പറഞ്ഞത്. എന്തുകൊണ്ടായിരുന്നു അത്? അത്രയും സുപ്രധാനമായ ഒരു നിർദ്ദേശം അങ്ങ് നിയമസഭയിൽ പറയാതിരിക്കാൻ മാത്രം ധൈര്യക്കുറവുണ്ടായി? നിയമസഭയിൽ പറയാതിരിക്കുന്നില്ലല്ലോ. നിയമസഭയിൽ ബഡ്ജറ്റിൽ വളരെ നീണ്ടുപോയതുകൊണ്ട് എല്ലാം ചിലപ്പോൾ വായിച്ചൊന്നും വരികയില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമായിരുന്നു. അതായത് അതിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്, കേന്ദ്ര പെൻഷൻ സ്കീമിലേക്ക് നമ്മൾ സംക്രമണം ചെയ്യുമ്പോൾ കേന്ദ്ര പെൻഷൻ സ്കീമിൻ്റെ ഒരു സവിശേഷതയാണ് 60 വയസ്സാക്കുക എന്നത്. അതായത് കേന്ദ്ര പെൻഷൻ സ്കീം എന്ന് പറയുന്നത് ജീവനക്കാർ 10% ഓരോ മാസം അടച്ചുകൊണ്ടിരിക്കണം. ഗവൺമെൻറ് ഒരു മാസം 10% അടയും. ഇങ്ങനെ തുടർന്ന് അടച്ചുകൊണ്ടിരുന്ന് റിട്ടയർ ചെയ്യുമ്പോൾ ഒരു വലിയ നിധി അവർക്ക് കിട്ടുക. പക്ഷെ അന്നേരം ഒരു വ്യത്യാസമുള്ളത്, അവർ അതാത് മാസം അടച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ ഒരു അല്പം അവർക്ക് അതാത് മാസം അടയ്ക്കുന്നതിനുള്ളൊരു സാക്രിഫൈസ്, അതിന് കൊടുക്കുന്ന ഏറ്റവും വലിയ ഇൻസെൻറ്റീവാണ് ഇതിൽ ഓപ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് 60 വയസ്സ് വരെ നമ്മുടെ 2 വർഷത്തോടെ റിട്ടയർമെൻറ്റ് ഏജ് കൂട്ടിക്കൊടുക്കുന്നത് ഇതിന് ഓപ്റ്റ് ചെയ്യുന്നവർക്ക് കൊടുക്കുന്നതാണ്. തീർച്ചയായും ഇവിടെ പ്രതിപക്ഷ MLA-മാർ സഭയെ അവഹേളിച്ചു എന്ന ആരോപണമാണ് ഉന്നയിക്കുന്നത്. കാരണം അവർ ഇതറിഞ്ഞത് അങ്ങയുടെ വാർത്താ സമ്മേളനം കഴിഞ്ഞതിന് ശേഷമാണ്. നിയമസഭയ്ക്കുള്ളിൽ പറയാത്തത് സഭയോടുള്ള അവഹേളനമായി. അർത്ഥമൊന്നുമില്ല. ഒപ്പം UDF MLA-മാർ തന്നെ പറയുന്നത് ഇത് നയപരമായ ഒരു രാഷ്ട്രീയമായ തീരുമാനമാണല്ലോ, അത് മുന്നണിക്കകത്ത് ചർച്ച ചെയ്തിട്ടില്ല, അവരോട് അഭിപ്രായം ചോദിച്ചില്ല എന്നൊക്കെയാണ്. കാര്യമൊന്നുമില്ല. അങ്ങനെ ഒരു രാഷ്ട്രീയമായ തീരുമാനം എടുക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ ചർച്ചകൾക്ക് ഫിനാൻസ് മിനിസ്റ്റർ പ്രൊറോഗറ്റീവാണ്. ഇതൊക്കെ ഫിനാൻസ് മിനിസ്റ്റർ പ്രൊറോഗറ്റീവാണ്. പിന്നെ മുഖ്യമന്ത്രിയുമായിട്ട് ആലോചിച്ചാണല്ലോ നമ്മൾ ഓരോ ബഡ്ജറ്റുകളൊക്കെ രൂപം കൊടുക്കുന്നത്. അങ്ങനെയാണ് സാധാരണഗതിയിൽ നമ്മൾ പെൻഷൻ പ്രായം പോലെയുള്ള വിഷയങ്ങൾ അക്കാര്യങ്ങളിൽ നിലവിലുള്ള ജീവനക്കാരുടെ പെൻഷൻ പ്രായം ഉയർത്തുന്നതല്ല. തീർച്ചയായും നിലവിലുള്ള ജീവനക്കാരുടെ പെൻഷൻ പ്രായം ഉയർത്തിയാലേ ഉള്ളൂ യുവജനങ്ങൾക്ക് അവരുടെ തൊഴിൽ സാധ്യത അടഞ്ഞു പോകുന്നു എന്ന് പറയാൻ ന്യായം. ഇതങ്ങനെയല്ല. ഇത് വരുമ്പോൾ 2013 ഏപ്രിൽ 1-ാം തീയതി മുതൽ കേന്ദ്ര പെൻഷൻ സ്കീം അഡോപ്റ്റ് ചെയ്യുകയാണ്. മുമ്പിലെ ഗവൺമെൻറ് എടുത്ത നയപരമായ തീരുമാനമാണ്. ആ സ്കീമിൻ്റെ ഒരു ഭാഗമാണ് അവർക്ക് റിട്ടയർമെൻറ്റ് പ്രായം ഉയർത്തി കൊടുക്കുക എന്നുള്ളത്. അത് ആർക്കും ഒരു കുഴപ്പവും ഉള്ളതല്ല. യുവജന സംഘടനകളുമായി ചർച്ച ചെയ്യുന്ന യുവജന സംഘടനകൾക്ക് നല്ലതാണല്ലോ. 2013 മുതൽ അവർ പുതുതായിട്ട് PSC കൂടെ റിക്രൂട്ട് ചെയ്യപ്പെട്ട് വരുന്ന യുവജനങ്ങൾക്ക് അവർക്ക് 60 വരെ ഇരിക്കാം. അവിടെ സാധ്യത പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പം സർവീസിലുള്ളവരുടെ റിട്ടയർമെൻറ്റ് പ്രായം ഉയർത്തിയാലേ ഉള്ളൂ അവർക്ക് വിഷമത വരുള്ളൂ. 30 വർഷം കഴിഞ്ഞ് മാത്രം ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു തീരുമാനമാണ്. നമുക്ക് സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതിയിലേക്ക് കൂടി വന്നാൽ 9.5% വളർച്ച, ദേശീയ ശരാശരിയുടെ ഏതാണ്ട് ഇരട്ടിക്ക് അടുത്തുണ്ട്. ഏറ്റവും വേഗത്തിൽ വളരുന്ന, ഏറ്റവും ഉയർന്ന വളർച്ചാ നിരക്കുള്ള സംസ്ഥാനം. അതേസമയം പൊതുകടം 1 ലക്ഷം കോടിക്ക് അടുത്ത് നിൽക്കുന്നു. ഈ വികസനം, ഈ വളർച്ച സന്തുലിതമല്ല എന്ന വിമർശനവുമുണ്ട്. ഒരു മാസം മുൻപ് വന്ന CAG റിപ്പോർട്ട് സംസ്ഥാനത്ത് ധനകാര്യ അസ്ഥിരത എന്ന തരത്തിലായിരുന്നു. യാഥാർത്ഥ്യം എന്താ? അങ്ങനെയൊന്നും അസ്ഥിരതയൊന്നുമില്ല. സംസ്ഥാനത്തിൻ്റെ ശരിയായ ദിശയിൽ കൂടിയാണ് നമ്മുടെ വളർച്ച പോകുന്നത്. അതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. 2 വർഷം മുൻപ് അങ്ങ് ധവളപത്രം ഇറക്കിയിരുന്നു. അന്ന് സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതി പരിതാപകരമാണ് എന്ന രൂപത്തിലായിരുന്നു അത്. പെട്ടെന്ന് 2 വർഷം കൊണ്ട് അത്ഭുതകരമാവണ്ണം മാറി. അത് റിക്കവർ ചെയ്തു. അതിൻ്റെ ചിത്രമാണല്ലോ കഴിഞ്ഞ വർഷത്തെ ഈ വർഷത്തെ ബഡ്ജറ്റ്. 2 വർഷം കൊണ്ട് പരിതാപകരമായിരുന്ന ധനസ്ഥിതി അത്ഭുതകരമായി രക്ഷപ്പെടുത്തി. അതാണ് ഫിസ്ക്കൽ മാനേജ്മെന്റിന്റെ രഹസ്യം എന്ന് പറയുന്നത്. ഇവിടെ തോമസ് ഐസക്കിനെ പോലെയുള്ള ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത് സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതി ഇത്തരുണത്തിൽ തന്നെ വളർച്ചയുടെ പാതയിലായിരുന്നു. അങ്ങനെയാണെങ്കിൽ അങ്ങ് മുൻപ് മുന്നോട്ട് വെച്ച ധവളപത്രം പല അവാസ്തവങ്ങളും നിറഞ്ഞതായിരുന്നു, ഇതാണ് യഥാർത്ഥ അവസ്ഥ എന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. അങ്ങനെ ഒരു വൈരുദ്ധ്യമുണ്ടോ? അങ്ങനെ ചുമ്മാ പറയുന്നല്ല, അതിലെ കാര്യമുണ്ടോ? ഇതൊക്കെ നിയമസഭയിൽ വെച്ച ഡോക്യുമെന്റ്സ് അല്ലേ? അതിന് ആർക്കെങ്കിലും ഷാർട്ട് ചെയ്യാൻ നോക്കുമോ? നിയമസഭയിൽ വെച്ച ഡോക്യുമെന്റ് അല്ലേ ആ ധവളപത്രം എന്ന് പറയുന്നത്? അതെ. അതിനുശേഷം ധനകാര്യ മാനേജ്മെന്റിലെ വൈദഗ്ധ്യം കൊണ്ട് 2 വർഷം കൊണ്ട് ഈ ഒരു മുന്നേറ്റം സാധ്യമാക്കിയെന്നാണ് അങ്ങ് പറയുന്നത്. 20% വളർച്ച റവന്യൂ വരുമാനത്തിന്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതേസമയം തന്നെ
വിമർശനാത്മകമായി കാണുന്ന ആളുകൾ ഇപ്പോഴും നികുതി ചോർച്ച, നികുതി നഷ്ടം അത് വ്യാപകമായ രീതിയിലുണ്ട് എന്ന് ആക്ഷേപിക്കുന്നു. ചെക്ക് പോസ്റ്റുകളിൽ അഴിമതി, സുതാര്യതയില്ലായ്മ, അത്തരത്തിൽ സംസ്ഥാനത്തിന് ലഭിക്കേണ്ട റവന്യൂ വരുമാനം ആ അർത്ഥത്തിൽ ലഭിക്കുന്നില്ല. ചെക്ക് പോസ്റ്റുകൾ നമ്മൾ വാളയാർ ചെക്ക് പോസ്റ്റ് സംയോജിത ചെക്ക് പോസ്റ്റ് ആക്കാൻ പോവുകയാണ്. അമരവിള ചെക്ക് പോസ്റ്റ് സംയോജിതമാക്കി. അപ്പോൾ അതിൻ്റെയൊക്കെ ഫലമായിട്ട് നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് വരും. പക്ഷേ നികുതി വെട്ടിപ്പ്, ചോർച്ച എന്നൊക്കെ പറഞ്ഞത് അതൊരു വലിയ വിഷയമാണ്. അത് എല്ലാ കാലത്തും നികുതികളെ സംബന്ധിച്ചിടത്തോളം നികുതി നിവേഡ് ചെയ്യാനായിട്ടുള്ള ശ്രമം ഒരു ഭാഗത്ത് നടക്കും. നമ്മളതിനെ കർബ് ചെയ്യാനായിട്ടുള്ളതും ആ നികുതി നെറ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ശ്രമം നടക്കും. ഇപ്പോൾ ഇതിനകത്ത് വലിയ ശ്രമമുണ്ട്. രജിസ്റ്റർ ചെയ്യാത്ത വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം രജിസ്റ്റർ ചെയ്തെങ്കിലല്ലാതെ അവരെ അസസ് ചെയ്യാനായിട്ട് നോക്കുമോ? രജിസ്റ്റർ ചെയ്യേണ്ട വ്യാപാരികൾ രജിസ്റ്റർ ചെയ്യുന്നില്ല. നികുതി ഇത്ര വരുമാനത്തിൽ കൂടുതലുള്ളവർ, ടേൺ ഓവർ കൂടുതലുള്ളവരാണെങ്കിൽ നികുതി കൊടുക്കണമെന്നുണ്ട്, രജിസ്റ്റർ ചെയ്യണമെന്നുണ്ട്. അതുകൊണ്ടൊരു വലിയ ഡ്രൈവ് നടത്താൻ പോവാം. രജിസ്റ്റർ ചെയ്യണം, ചെയ്യാത്തവർക്കൊരു സമയം കൊടുക്കുന്നു. ആ സമയത്തിന് അവർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ കർശനമായ നടപടിയിലേക്ക് കടക്കാൻ പോവുക. ആ നിലയിലൊക്കെയാണ് നമുക്ക് നികുതി വെട്ടിപ്പുകൾ തടയാൻ കഴിയും. തീർച്ചയായും. ഒപ്പം നമുക്ക് പദ്ധതികളിലേക്ക് പോകുന്നതിന് മുൻപ് ഞാൻ നികുതി നിർദ്ദേശങ്ങളെക്കുറിച്ച്, ഇപ്പോൾ സ്റ്റാമ്പ് ഡ്യൂട്ടിയിൽ 2% കുറവാണ് വരുത്തിയിരിക്കുന്നത്. മുൻ ധനകാര്യമന്ത്രി അല്പസമയം മുൻപ് വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ പറഞ്ഞത് ഇത് വൻകിടക്കാർക്ക് വേണ്ടിയുള്ള നീക്കമാണ് എന്നുള്ളതാണ്. കഴിഞ്ഞ ബജറ്റിൽ അങ്ങ് കുടുംബങ്ങളുടെ ഭാഗപത്രത്തിൽ 1000 രൂപ മാത്രമാക്കിയിരുന്നു. ഇത്തരുണത്തിൽ അതേസമയം വാണിജ്യ നികുതി ഉയർത്തി ഉപഭോക്തൃ വസ്തുക്കളുടെ വില കൂടുന്ന സാഹചര്യം ഉണ്ടാക്കി സ്റ്റാമ്പ് ഡ്യൂട്ടിയിൽ ഇങ്ങനെ ഒരു ഇളവും കൊടുത്തു. ഇതേ ഈ ഫെയർ വാല്യൂ ഒരു സ്ഥലത്ത് ഫെയർ വാല്യൂ ഫിക്സ് ചെയ്താൽ അണ്ടർ വാല്യുവേഷൻ നടക്കുകയില്ല, നികുതി വെട്ടിപ്പ് നടക്കുകയില്ല. ഫെയർ വാല്യൂ നമ്മൾ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ സ്റ്റാമ്പ് ഡ്യൂട്ടി കുറയ്ക്കുക എന്നുള്ളതാണ്. കർണാടകത്തിലൊക്കെ എല്ലായിടത്തും 5%. അപ്പം നമ്മൾ വാസ്തവത്തിൽ 5% കൊണ്ടുവരാവുന്നതാണ്. ഞാനിപ്പോൾ ചെയ്ത് 2% കട്ട് ചെയ്യുന്നുള്ളൂ. ഇത് വൻകിടക്കാർക്കാണോ? ചെറുകിടക്കാർക്കൊക്കെ എത്രയോ നമ്മൾ ചെറുകിടക്കാർക്ക് ഒരു വസ്തു വാങ്ങണം, ഒരു വസ്തു വിൽക്കണം, 5 സെൻറ്റ് ഭൂമിയിൽ 5 സെൻറ്റ് കൊടുക്കണം, 5 സെൻറ്റ് വാങ്ങണം. അല്ലാതെ വലിയ വൻകിടക്കാർക്കാണോ ഇത് എന്ന് പറയുന്നത്? നമ്മൾ അത് എവിടെയായാലും ആർക്കായാലും സ്റ്റാമ്പ് ഡ്യൂട്ടി കൂടുതൽ നിൽക്കുന്നത് വലിയൊരു ബേർഡനാണ്. അതുകൊണ്ട് അത് വസ്തുവിൻ്റെ മൂല്യത്തിന്മേലാണ് ഈ സ്റ്റാമ്പ് ഡ്യൂട്ടി വരുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് വരുന്നത് കൊണ്ട് അത് കുറയ്ക്കണമെന്നുള്ളൊരാവശ്യമുണ്ട്. ഫെയർ വാല്യൂ കൂട്ടി നിൽക്കുന്നു, കൂടുതൽ നിൽക്കുന്നത് കൊണ്ട് സ്റ്റാമ്പ് ഡ്യൂട്ടി മുമ്പിലേ കുറയ്ക്കേണ്ടതായിരുന്നു. ബെറ്റർ ലേറ്റ് ദാൻ നെവർ. ഞാൻ ആ നടപടിയെടുത്തു, ആ മെഷർ എടുത്തു. നല്ല കാര്യമാണത്. വാണിജ്യ നികുതിയുടെ കാര്യം കൂടി. വാണിജ്യ നികുതിയെ സംബന്ധിച്ച് നമ്മൾ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് വരാൻ പോവുക. ഇന്ത്യ ഒട്ടുക്ക് യൂണിഫോം ആകുക. അതിന് മുമ്പ് തന്നെ നമ്മൾ സജ്ജമാവുകയാണ്. സൗത്ത് ഇന്ത്യയിൽ എല്ലായിടത്തും 14 രൂപയാണ്. ഞാൻ പറഞ്ഞിട്ടുള്ള കർണാടകയിലും തമിഴ്നാടും ഒക്കെ 14 രൂപയാണ്. അപ്പോൾ 13 രൂപ എന്നുള്ളത് 14 രൂപയിലേക്ക് സൗത്ത് ഇന്ത്യയിൽ ഈക്വലൈസ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ 13 14 രൂപയാക്കുന്നു. ആ 14 രൂപയാക്കിയാലും സാധാരണക്കാരനെ ബാധിക്കാതിരിക്കാൻ വേണ്ടി സാധാരണക്കാരൻ ഉപയോഗിക്കുന്ന സാധാരണ അരി ഉൽപ്പന്നങ്ങൾ ഇതൊക്കെ അങ്ങ് കുറവ് ചെയ്യുകയാണ്. അതിതേ ബാധിക്കുകയില്ല. കഴിഞ്ഞ കൊല്ലത്തെ ബഡ്ജറ്റിൽ അങ്ങനെയായിരുന്നല്ലോ. സാധാരണക്കാരൻ്റെ അത്യാവശ്യ വസ്തുക്കളെ ബാധിക്കാത്ത നിലയിൽ പരിരക്ഷ നൽകിക്കൊണ്ടായിരുന്നു കഴിഞ്ഞ വർഷം. ഇക്കൊല്ലവും അങ്ങനെയാണ്. നമുക്ക് ബജറ്റിലെ പദ്ധതികളിലേക്ക് പോയാൽ, കഴിഞ്ഞ വർഷവും അങ്ങയുടെ മുൻഗണനാ പദ്ധതികളിൽ ആദ്യം ഇടം പിടിച്ചത് കാർഷിക മേഖലയിലെ പദ്ധതികളായിരുന്നു. നമുക്കറിയാം, കാർഷിക വളർച്ച താഴോട്ടാണ്, നെഗറ്റീവ് വളർച്ചയിലേക്ക് പോകുന്ന സാഹചര്യം. കഴിഞ്ഞ വർഷം റൈസ് ബയോ പാർക്ക്, ഗ്രീൻ ഹൗസ്, നാളികേര ബയോ പാർക്ക് ഇത് 3 പ്രഖ്യാപിച്ചു. മൂല്യവർദ്ധനയും അതുപോലെ തന്നെ ഉൽപ്പാദന വർധനവും ലക്ഷ്യമിട്ട് കേരളം ഏറെ പ്രതീക്ഷയോടെയാണ് കാത്തിരുന്നത്. പക്ഷേ ഇവയൊന്നും യാഥാർത്ഥ്യമായില്ല. ഈ ബജറ്റിലും പ്രഖ്യാപനങ്ങൾ യാഥാർത്ഥ്യമായില്ലെന്ന് പറയുന്ന കാര്യമില്ല. ധനകാര്യമന്ത്രിമാർ നല്ല പരിപാടികൾ പ്രഖ്യാപിക്കാനുള്ള പണം മാറ്റിവെക്കുക. കേരളത്തിൻ്റെ സ്ഥായിയായ വികസനത്തിന് എൻ്റെ ബഡ്ജറ്റുകൾ 10 ബഡ്ജറ്റുകൾ ഇപ്പോൾ 11ാമത് ബഡ്ജറ്റ് സ്ഥായിയായ സംഭാവന ചെയ്തിട്ടുണ്ട്. എൻ്റെ ബഡ്ജറ്റുകളുടെ പ്രഖ്യാപനങ്ങളൊക്കെ അതൊക്കെ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റുകൾ അവിടെ നടപ്പിലാക്കുക എന്നുള്ളതാണ്. ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് കാർഷിക വകുപ്പ് അതിന്മേലുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. പിന്നെ ഒറ്റ ദിവസം കൊണ്ട് ദോശ ചുടുന്നത് പോലെ ഒരു പദ്ധതി കൊണ്ടുവരാൻ ഒക്കെയല്ലോ. ബയോ പാർക്കുകളൊക്കെ സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ കൃഷി വകുപ്പ് മന്ത്രി എടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ തീർച്ചയായും. പക്ഷേ നമ്മൾ ഒരു ബഡ്ജറ്റ് കഴിഞ്ഞ് അടുത്ത ബഡ്ജറ്റിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ എല്ലാ പഞ്ചായത്തുകളിലും ഗ്രീൻ ഹൗസ് എന്ന് പറയുമ്പോൾ പറഞ്ഞുകൊണ്ട് ഈ നമ്മുടെ കാർഷിക മേഖല പറഞ്ഞു. കാർഷിക മേഖലയിലെ വളർച്ച 0.74 ആണ്. 1% പോലും ഇല്ല. കാർഷിക മേഖല ഇങ്ങനെ മുരടിച്ചു നിൽക്കുന്നതാണ് നമ്മുടെ കുഴപ്പം. കാർഷിക മേഖലയിലെ നമുക്ക് ഗ്രോത്ത് എൻ്റെ പർപ്പസിലിരിക്കുന്നത് കാർഷിക മേഖലയിലെ ഗ്രോത്ത് വർദ്ധിപ്പിക്കുകയാണെങ്കിൽ സെക്കൻഡറി ടെർഷറി മേഖല വീണ്ടും ഉയരും. കാർഷിക മേഖലയെ വർദ്ധിപ്പിച്ചുകൊണ്ട് ഡബിൾ ഡിജിറ്റിലേക്ക് കടക്കണം എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ഗ്രോത്ത് 9.5 നിൽക്കുക. 10 പോയിൻറ്റിനപ്പുറത്തേക്ക് ഡബിൾ ഡിജിറ്റിലേക്ക് കടക്കാൻ ചൈനയുടെ ഗ്രോത്തിനപ്പുറത്തേക്ക് നമുക്ക് കടക്കണം എന്നുണ്ടെങ്കിൽ കാർഷിക മേഖല
ഉത്തേജനം കൊടുക്കണം. അതിനുവേണ്ടി ആ നിരവധി പ്രോഗ്രാം കാർഷിക മേഖലയ്ക്ക് വേണ്ടി ഞാൻ അവതരിപ്പിച്ചു. ഏറെ പ്രതീക്ഷിച്ചിരുന്നത് ഈ ബജറ്റിൽ KSRTCയെ സംബന്ധിച്ചും KSEBയെ സംബന്ധിച്ചും എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമെന്നാണ്. KSRTCയെ സംബന്ധിച്ച് കഴിഞ്ഞ ബജറ്റിൽ തന്നെ ഒരു പുനരുജ്ജീവന പാക്കേജിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അങ്ങ് ഈ ബജറ്റിൽ 100 കോടി രൂപയാണ് നീക്കിവെച്ചത്. CNG അധിഷ്ഠിതമായി മാറാനൊക്കെയുള്ള ആലോചനകൾ നടക്കുകയാണ്. എന്തുകൊണ്ടാണ് KSRTCക്ക് കൂടുതൽ പരിഗണന? ഞാൻ ആകെ വാസ്തവത്തിൽ പറഞ്ഞാൽ അറിഞ്ഞുകൊണ്ട് KSRTCക്ക് 100 കോടി രൂപ മാറ്റിവെച്ചിരിക്കുന്നു. പക്ഷേ KSRTCയുടെയും KSEBയുടെയും പ്രശ്നങ്ങൾ വളരെ വിപുലമാണ്. അടിസ്ഥാനപരമായ പുനഃസംഘടന ആവശ്യമാണ്. അതൊക്കെ ചെയ്യേണ്ടത് വലിയ വിഷയങ്ങളാണ്. അത് ക്യാബിനറ്റ് ആലോചിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. ക്യാബിനറ്റിൻ്റെ പരിഗണനയിലാണ്. ഇപ്പോൾ KSRTC അല്ല, ഒരു ബഡ്ജറ്റിലെ ഒരു പ്രഖ്യാപനത്തിലൂടെ KSRTCയുടെ പുനഃസംഘടനയോ മറ്റു കാര്യങ്ങളോ നമുക്ക് നടത്താനായിട്ട് ഒക്കുകയില്ല. അപ്പോൾ KSRTC, KSEB ഈ രണ്ട് നമ്മുടെ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിനെ ബെറ്ററാക്കുന്നതിനും അതിൻ്റെ ധനസ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനും അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും പുനഃസംഘടന വേണമെങ്കിൽ അത് നടത്തുന്നതിനും ഒക്കെ അവകാശമുള്ളത് കഴിവുള്ളതും പ്രായോഗികമായിട്ടും ഉള്ളത് ക്യാബിനറ്റ്. ആ ക്യാബിനറ്റ് ആലോചിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ഇവിടെ ഞാൻ ചെയ്തത് തൽക്കാലത്തേക്ക് അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറുന്നതിന് വേണ്ടി 100 കോടി രൂപ KSRTCക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. തീർച്ചയായും. ഒപ്പം സാമൂഹ്യക്ഷേമ പദ്ധതികളിൽ സാമൂഹ്യക്ഷേമ പെൻഷനുകൾ കഴിഞ്ഞ വർഷത്തെ പോലെ ഇത്തവണയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ലതുപോലെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഓണറേറിയം കൂട്ടിയിട്ടുണ്ട് ആശാ വർക്കർമാരുടെയും മറ്റും. എന്താണ് സർക്കാർ ഇക്കാര്യത്തിൽ ഇങ്ങനെ ക്ഷേമ മേഖലകളിലുള്ള ഇടപെടലിൽ അങ്ങ് മനസ്സിൽ വെക്കുന്നത് എന്താണ്? കരുതലും വികസനവുമാണ് ഈ ഗവൺമെൻറ്റിൻ്റെ മുഖമുദ്ര. ഇപ്പോൾ അതിനകത്ത് കാണുന്നുണ്ടെങ്കിൽ വിധവകൾക്ക് കൂട്ടിവെച്ചിട്ടുണ്ട്, ക്യാൻസർ രോഗികൾക്ക് വളരെ കൂട്ടിയിട്ടുണ്ട്, മറ്റ് രോഗികൾക്ക് മാറാരോഗങ്ങൾക്കുള്ളവർ കൂടുതൽ കൂട്ടിയിട്ടുണ്ട്, 80 വയസ്സിന് മുകളിലുള്ളവർക്ക് കൂടുതൽ കൂട്ടിയിട്ടുണ്ട്. അപ്പം ആ അവശത അനുഭവിക്കുന്നതിൽ തന്നെ ചില കോർ സെക്ടേഴ്സ് ഉണ്ട്. അങ്ങനെയുള്ളതിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ വൈഷമ്യം ഉള്ള മേഖലകൾക്ക് കൂടുതൽ വെച്ചുകൊണ്ടാണ് ഇത്തവണ സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോഴും ഈ ബജറ്റിന് മുൻപ് തന്നെ അതിൻ്റെ ഒരു ജെൻഡർ പെർസ്പെക്റ്റീവ് ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. പക്ഷേ അങ്ങനെ നിർണായകമായ എന്തെങ്കിലും കാൽവെപ്പ് ആ രംഗത്ത്, അതായത് സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ടുണ്ടോ? സ്ത്രീ ഉണ്ടല്ലോ, സ്ത്രീ ശാക്തീകരണത്തിന് തന്നെ ഇവിടെ ചാപ്റ്റർ ഉണ്ടല്ലോ. സ്ത്രീ ശാക്തീകരണത്തിന് ചാപ്റ്ററുണ്ട്, പല നടപടികൾ അതിലെടുത്തിട്ടുണ്ട്. ഇപ്പം മംഗല്യ വിവാഹം കഴിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള പാവപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു വിവാഹനിധി, മംഗല്യ വിവാഹനിധി 20,000 രൂപ അവർക്ക് കൊടുക്കുന്നു പാവപ്പെട്ട ആളുകൾക്ക്. അതിനുള്ള വരുമാനം വലിയ വിവാഹ ആഘോഷങ്ങൾ നടത്തുന്നവരിൽ നിന്ന് അവിടെ നിന്നും നമ്മൾ രൂപ പിരിച്ചുകൊണ്ട് അവർ ചെലവ് ചെയ്യുന്നതിൽ 3% ഈ മംഗല്യനിധിയിലേക്ക് നമ്മൾ പിരിച്ചുകൊണ്ടാണ് അങ്ങനെ പുതിയ സ്കീം കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ വനിതകൾക്കായിട്ട് പ്രത്യേകമായ നമ്മൾ ഈ 20 രൂപയ്ക്ക് ഊണം എല്ലാവർക്കും കൊടുക്കുന്ന ഹോട്ടലുകളെല്ലാ താലൂക്കുകളിലും വരും. അപ്പോൾ അത് വനിതകളെ ഏൽപ്പിക്കുകയാണ്. അതുപോലെ പ്ലാസ്റ്റിക് ശേഖരിക്കുന്നു, അത് ഗ്രാന്യൂളാക്കുന്നു, അത് നമുക്ക് ടാർ ചെയ്യാൻ ഉപയോഗിക്കാം. അത് വനിതകൾ അത് ശേഖരിക്കുന്നു. കുടുംബശ്രീ, ജനശ്രീ, ഗ്രഹശ്രീ ഇങ്ങനെയുള്ള സംഘടനകൾ വരുന്നു എന്നുണ്ടെങ്കിൽ അവർ ആ വ്യവസായങ്ങൾ സ്ഥാപിക്കുന്നുണ്ടെങ്കിൽ അതിന് ഉത്തേജനം നൽകുന്നു. ജെൻഡർ ബഡ്ജറ്റാണിത്. തീർച്ചയായും. ഒപ്പം അങ്ങ് ധനക്കമ്മി 3-ന് താഴെയാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. തോമസ് ഐസക്കിനെ പോലെയുള്ള ധനകാര്യ വിദഗ്ധർ പറയുന്നത് അങ്ങനെ കമ്മിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല, പരമാവധി മൂലധന ചെലവ് സാധ്യമാക്കൂ, നിങ്ങളുടെ ഉൽപ്പാദനപരമായ ചെലവ് കൂട്ടൂ എന്നാണ്. എന്തുകൊണ്ടാണ് അങ്ങ് ആ ഒരു ചിന്ത പങ്കുവയ്ക്കുന്നത്? മൂലധന ചെലവ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എൻ്റെ ബഡ്ജറ്റിൽ ഓരോ വർഷവും കൂടുകയാണ്. പഴയതിനേക്കാൾ LDA ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റിനേക്കാൾ എടുത്തു നോക്കുന്നുവെങ്കിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ മൂലധന ചെലവ് കൂട്ടിക്കൊണ്ടുവരും. അത് നല്ലതാണ്, അത് വേണം. തോമസ് ഐസക് പറയുന്ന ഒരു ശാസ്ത്രത്തോട് എനിക്ക് യോജിപ്പില്ല. അദ്ദേഹം പറയുന്നത് ഫിസ്ക്കൽ ഡെഫിസിറ്റ് കൂട്ടിക്കൊണ്ടുവരും. ഫിസ്ക്കൽ ഡെഫിസിറ്റ് കൂട്ടിക്കൊണ്ടുവരിക എന്ന് പറയുന്നത് അങ്ങനെ ചുമ്മാ കൂട്ടാൻ ഒക്കെയില്ല. ഫിസ്ക്കൽ ഡെഫിസിറ്റ് വളരെ കൂടുക എന്ന് പറഞ്ഞാൽ കടമെടുക്കുക എന്നുള്ളത്, അതായത് ഫിനാൻസ് കമ്മീഷൻ അനുവദിച്ച പരിധിയിലേക്ക് കൂട്ടുക, കടമെടുക്കുക എന്നുള്ളതാണ്. ആ കടമെടുക്കുമ്പോൾ അതിൻ്റെ പലിശ ബാധ്യത നമുക്ക് കൂടുകയാണ്. മനസ്സിലായല്ലോ? ഫിനാൻസ് കമ്മീഷന് അനുവദിച്ച പരിധിയിൽ നമ്മളിപ്പോൾ കടമെടുക്കുന്നുണ്ട്, നമ്മൾ ആ പരിധിയിൽ കടമെടുക്കുന്നുണ്ട്. അല്ല ചുമ്മാതെ കടമെടുക്കാം എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്? ഇതിനൊക്കെ ചില മെഷർമെൻറ്റും ചില കാൽക്കുലേഷൻസും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മളതൊക്കെ കറക്റ്റായിട്ടാണ് നമ്മളിതൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നത്. തീർച്ചയായും സർക്കാരിനെ സംബന്ധിച്ച് കടമെടുക്കുന്നതിനുള്ള പരിമിതി
അങ്ങ് പറഞ്ഞു സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങളെ അല്ലെങ്കിൽ അർദ്ധ സർക്കാർ ഏജൻസികളെ നിയോഗിച്ചുകൊണ്ട് വികസന പ്രവർത്തനം നടത്തുന്ന ഒരു മാതൃക കഴിഞ്ഞ സർക്കാരിൻ്റെ ബജറ്റിലുണ്ടായിരുന്നു. 40,000 കോടിയുടെ റോഡ് പ്രോജക്റ്റ് ഒരു ഉദാഹരണം, EMS ഭവന പദ്ധതിയുടെ മാതൃകയിലുള്ള ഒരു പദ്ധതി അതിന് ഉദാഹരണം. അത്തരത്തിലുള്ള പദ്ധതികളിലേക്ക് അങ്ങ് പോകാത്തത് ആ പദ്ധതി പ്രഖ്യാപിച്ചെന്നല്ല, നടപ്പിലായില്ലല്ലോ. ഇല്ല, EMS കൊടുക്കുമെന്ന് പറഞ്ഞു 40,000 കോടി രൂപയുടെ. അല്ല, ഒരു പദ്ധതി നടപ്പിലാകണ്ടേ? മലപ്പുറക്കാരൻ്റെ പിന്നെ നമ്മുടെ സ്വപ്നം പോലെയല്ലോ, നമ്മൾ നടപ്പിലാകണ്ടേ? ഇവിടെ നമ്മുടെ പദ്ധതിയിൽ 1/3 വിഹിതം പഞ്ചായത്തുകൾക്കാണ്. ആ പഞ്ചായത്തുകൾക്ക് ശരിയായിട്ട് അവരെ അത് വിനിയോഗിപ്പിക്കുകയും ആ വിനിയോഗിക്കുന്നതിലാണ് കാര്യമിരിക്കുന്നത്, ആ വിനിയോഗത്തിലാണ് കാര്യമിരിക്കുന്നത്, വേറെ കാര്യമൊന്നുമില്ല. ഇപ്പോൾ EMS ഭവന പദ്ധതി തദ്ദേശ സ്ഥാപനങ്ങൾ വായ്പ എടുക്കുന്ന സംവിധാനത്തിലുള്ള ഒന്നായിരുന്നു. അവർക്ക് സർക്കാർ ഗ്രാന്റ് കൊടുക്കുന്നു, അങ്ങനെ വായ്പ തിരിച്ചടയ്ക്കുന്നു. ആ മാതൃക അങ്ങേക്ക് സ്വീകാര്യമല്ല. അവൻ്റെ സ്വീകാര്യമല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നമ്മൾ പുതിയ ഒരു പിന്നെ സാഫല്യ ഭവന പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. പാവപ്പെട്ട ദുർബലരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുറഞ്ഞ ചെലവിൽ ഫ്ലാറ്റുകൾ തന്നെ നിർമ്മിച്ചു കൊടുക്കാനായിട്ടുള്ള പദ്ധതി സാഫല്യ ഈ ബഡ്ജറ്റിലുണ്ട്. അപ്പോൾ പുതിയ ഭവന പദ്ധതിയുണ്ട്. അവസാനം അങ്ങ് പറഞ്ഞത് റവന്യൂ മിച്ചം എന്നാണ്. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൊടുക്കുന്ന ഗ്രാന്റ് മൂലധന ചെലവായി കണ്ടാൽ ബജറ്റ് മിച്ചമാണ് എന്ന് പറയുന്നു. അത് പക്ഷേ ഭൂരിപക്ഷം ധനശാസ്ത്രജ്ഞരും അത് അംഗീകരിക്കുന്നില്ല. അല്ല, അതെന്താ വെച്ചാൽ റവന്യൂ കമ്മിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇഫക്റ്റീവ് റവന്യൂ കമ്മി എന്ന് പറയും. ഈ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നമ്മൾ ഗ്രാന്റ് കൊടുക്കുന്നത് അത് റവന്യൂ എക്സ്പെൻഡിച്ചറായിട്ടാണ് കാണുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ് അത്. കാരണം അവർക്ക് വികസനത്തിന് വേണ്ടി കൊടുക്കുന്ന രൂപയാണ്, അല്ല പഠനത്തിന് വേണ്ടി കൊടുക്കുന്നതല്ല, റവന്യൂ ചെലവിന് വേണ്ടിയല്ല, വികസന ചെലവുകൾക്ക് വേണ്ടി കൊടുക്കുന്ന രൂപ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ റവന്യൂ എക്സ്പെൻഡിച്ചറായിട്ടാണ് കണക്കാക്കുന്നത്. അത് കണക്കാക്കാതെ അത് വികസന ചെലവായിട്ട് കണക്കാക്കുന്നുവെങ്കിൽ ഇഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ് വളരെ തന്നിരിക്കുന്നു നമ്മുടേത്. എന്നാൽ പോലും അതങ്ങനെ കണക്കാക്കിയാൽ പോലും നമ്മൾ റവന്യൂ ഡെഫിസിറ്റ് 13ാം ധനകാര്യ കമ്മീഷൻ പറഞ്ഞിരിക്കുന്ന നോംസ് അനുസരിച്ച് അതിലേക്ക് വരിക. നമ്മൾ 0.9 പകരം അതിന് മാർജിനലായിട്ട് റവന്യൂ ഡെഫിസിറ്റ് നമ്മൾ എത്ര കുറയ്ക്കണമെന്ന് പറഞ്ഞു അത്രയും മാർജിനൽ വ്യത്യാസം അതിലേക്ക് വന്നിരിക്കുന്നു. ഫിസ്ക്കൽ ഡെഫിസിറ്റ് എത്ര കുറയ്ക്കണമെന്ന് പറഞ്ഞതിനേക്കാൾ കൂടുതൽ കുറച്ചിരിക്കുന്നു നമ്മൾ 13ാം ധനകാര്യ കമ്മീഷൻ പറഞ്ഞതിനേക്കാൾ. അതാണ് ബെസ്റ്റ് ഫിസ്ക്കൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഫിസ്ക്കൽ കൺസോളിഡേഷൻ്റെ പാതയിലാണ്. അങ്ങനെ സാമ്പത്തിക അച്ചടക്കം പാലിച്ച് മുന്നോട്ട് പോകുന്നു. അതേസമയം ജനക്ഷേമ പദ്ധതികളും ചെയ്യേണ്ടതുണ്ട്. സാമൂഹ്യക്ഷേമ മേഖലയിൽ മുതൽ മുടക്കേണ്ടതുണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് വേണം. എങ്ങനെയാണ് ഇതിനെ സംയോജിപ്പിച്ച് കൊണ്ടുപോകാൻ സാധിക്കുക? ഇൻഫ്രാസ്ട്രക്ചറിന് ഒരുപാട് പരിപാടികൾ നമ്മുടെ ബഡ്ജറ്റിനകത്ത് ഹെഡിങ് തന്നെയാണ്. അടിസ്ഥാന സൗകര്യ വികസനം, ധാരാളം പദ്ധതികളുണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുമ്പോഴേ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരുള്ളൂ. കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരുമ്പോഴേ നമുക്ക് തൊഴിലും വരുമാനങ്ങളും ഉണ്ടാവുള്ളൂ. അപ്പോൾ അവിടെയാണ് അതിൻ്റെ അകത്തെ കാര്യമിരിക്കുന്നത്. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വളരെ പ്രാധാന്യം ഈ ബഡ്ജറ്റിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇന്നിപ്പോൾ കോൺഗ്രസ് പാർലമെൻ്ററി പാർട്ടിയിൽ വിമർശനം ഉയർന്നു എന്ന് കരുതുന്ന ഒരു ഘടകം പ്രാദേശിക സന്തുലിതത്വം പാലിച്ചിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെയുണ്ട്? അത് ചുമ്മാ ഓരോരുത്തരും ഓരോന്ന് പറയാം. ഒരാൾക്കല്ല ഒരു നിയമമണ്ഡലത്തിൽ നമ്മളിങ്ങനെ നിയമമണ്ഡലമൊന്നും തിരിച്ചു പറഞ്ഞിട്ടില്ല. ഒരാൾക്ക് മനസ്സിൽ കരുതി ഒന്നും കിട്ടിയില്ല, ഉടനെ എതിർപ്പ് പറഞ്ഞുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ഈ ബഡ്ജറ്റിനെ മാക്രോ ആയിട്ടാണ് നോക്കേണ്ടത്, അല്ലാതെ ഓരോ കോൺസ്റ്റിറ്റ്യുവൻസീസ് ഗ്രീവൻസ് ഉള്ളൊരു ഞാനങ്ങനെ കോൺസ്റ്റിറ്റ്യുവൻസി ഒന്നും എടുത്ത് പറഞ്ഞിട്ടില്ല. കേരളം മൊത്തത്തിലായിരുന്നു. പിന്നെ ഇതിനെ സംബന്ധിച്ച് ഇത് പ്ലാനല്ലേ, ഈ പ്ലാൻ വീതം വയ്ക്കുകയല്ലേ? ഇത് ഞാൻ വീതം വയ്ക്കുന്നല്ലോ, പ്ലാൻ വീതം വെച്ചിരിക്കുന്നല്ലേ. അതെടുത്തെടുത്ത് നമ്മൾ പറയുന്നുണ്ട്. ചെറുക്ക് പറയും എൻ്റെ വകുപ്പിലൊന്നും കിട്ടിയില്ല, ചുമ്മാ അങ്ങനെ പറയുന്നവരുണ്ട്. എൻ്റെ വകുപ്പിനൊന്നും തന്നില്ല. പ്ലാനിലാണ് ഈ വീതം വെച്ചിരിക്കുന്നത്. അത് നമ്മൾ ബഡ്ജറ്റിൻ്റെ അനാലിസിസിൽ ഈ വകുപ്പിന് ഇത്രയും രൂപ വകയിരുത്തിയിട്ടുണ്ട്, ഇതിന് ഈ വിഷയത്തെ ഇത്രയും വകയിരുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് പ്ലാനിൽ വകയിരുത്തലുണ്ട്. അപ്പോൾ അത് പ്ലാൻ ഞാനല്ല കൈകാര്യം ചെയ്യുന്നത്. കാര്യങ്ങൾ ഗ്രഹിക്കാതെ ക്രിറ്റിസിസം പറയുന്ന. തീർച്ചയായും അങ്ങ് ഇപ്പോൾ 11 ബജറ്റുകൾ അവതരിപ്പിച്ചു കഴിഞ്ഞു. ഈ ബജറ്റിൻ്റെ പ്രത്യേകതയോ ഹൈലൈറ്റോ ആയി അങ്ങ് കാണുന്നത് എന്താണ്? ഈ ബഡ്ജറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇത് സന്തുലിത ബഡ്ജറ്റാണ്. ഇപ്പം നമുക്ക് ആവശ്യമായിട്ടുള്ളത് വികസനമാണ്. ആ വികസനത്തിൻ്റെ ഹൈവേയിലേക്ക് നമ്മുടെ കേരളത്തെ കൊണ്ടുപോവുക. അതേസമയത്ത് വികസനം കരുതലും നമ്മുടെ മുഖബന്ധരയല്ലേ. ജനക്ഷേമം ഉറപ്പുവരുത്തുകയും കേരളത്തിൻ്റെ വികസനം ത്വരിതപ്പെടുത്തുകയും ചെയ്യുന്നു. ഗ്രോത്ത് ഡബിൾ ഡിജിറ്റിലേക്ക് കൊണ്ടുപോകുന്നു. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. യാതൊരു സംശയവും ഇല്ല, ഈ ബഡ്ജറ്റ് ഗ്രോത്ത് ഡബിൾ ഡിജിറ്റാക്കാൻ പോവുകയാണ്.
തീർച്ചയായും അങ്ങയുടെ പേരിൽ ഒരു ബജറ്റ് ചെയറുണ്ട് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ. ആ ചെയറിന്റെ ഉദ്ഘാടന വേളയിൽ VS അച്യുതാനന്ദൻ പറഞ്ഞത് KM മാണിയുടെ ഏറ്റവും നല്ല ബജറ്റ് ഇടതുപക്ഷത്തോടൊപ്പം നിന്നിരുന്ന സമയത്തുള്ളതായിരുന്നു എന്നുള്ളതാണ്. തീർച്ചയായും മുന്നണികളുടെ പരിപ്രേക്ഷ്യങ്ങൾ ബജറ്റിലും വരുമല്ലോ. അങ്ങനെ ഇതിൽ നിന്ന് മാറി പരിപ്രേക്ഷ്യത്തിലുള്ള ഒരു ബജറ്റ് അങ്ങ് ആഗ്രഹിക്കുന്നു. തെളിവല്ലേ ഇത്രയും നല്ലൊരു ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്? ഇടതുപക്ഷം നിന്നാലും നിന്നില്ലെങ്കിലും എൻ്റെ ബഡ്ജറ്റുകൾ എപ്പോഴും നല്ലതാണ്. അത് ഇടതുപക്ഷത്തായിരുന്നപ്പോഴും ഇടതുപക്ഷത്തല്ലാത്തപ്പോഴും എൻ്റെ 10 ബഡ്ജറ്റുകളും തിളക്കമേറിയതാ, 11ാമത്തെ കൂടുതൽ തിളക്കമേറിയതാ. അതിനൊരു ഇടതുപക്ഷ സമീപനമുണ്ടോ? അത് ഇടതുപക്ഷമാണോ? കേരള കോൺഗ്രസ് സമീപനം, UDF സമീപനമുണ്ട് ഇതിനകത്ത്. കേരള കോൺഗ്രസിൻ്റെ സമീപനമുണ്ട്, UDFിൻ്റെ സമീപനമുണ്ട്. ഇടതുപക്ഷം ഞാൻ പറയുന്നില്ല, ഞാൻ ഇടതുപക്ഷമൊന്നും പാർട്ടിയായിട്ട് പറയുന്നില്ല. രാജ്യത്തിൻ്റെ വികസനം, അത് കേരള കോൺഗ്രസിനും UDFിനും ഒക്കെ ഉള്ള നമ്മുടെ ലക്ഷ്യമൊന്നും, ഇടതുപക്ഷത്തിനുള്ള ലക്ഷ്യം അതല്ലേ? രാജ്യത്തിൻ്റെ വികസനം. രാജ്യത്ത് വികസനം ഉണ്ടാകുമ്പോൾ എല്ലാവർക്കും തൊഴിൽ, എല്ലാവർക്കും വരുമാനം. അപ്പം രാജ്യത്തിൻ്റെ വികസനം അത് ത്വരിതപ്പെടുത്തുന്നതാണ് ഈ ബഡ്ജറ്റ്. ഇടതുപക്ഷത്തിനും സന്തോഷം, കോൺഗ്രസിനും സന്തോഷം, കേരള കോൺഗ്രസ് എല്ലാ പാർട്ടികൾക്കും സന്തോഷം. തീർച്ചയായും ഈ 12ാം പദ്ധതി അവസാനിക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങയുടെ 5ാമത്തെ ബജറ്റിൽ അങ്ങ് ലക്ഷ്യമിടുന്നത് എന്തൊക്കെയാണ്? ഏതൊക്കെ? അതായത് അങ്ങയുടെ 5ാമത്തെ ബജറ്റ് അല്ലെങ്കിൽ 12ാം പഞ്ചവത്സര കാലത്ത് പഞ്ചവത്സര പദ്ധതി അവസാനിക്കുന്ന കാലത്ത് അങ്ങ് ലക്ഷ്യമിടുന്ന കാര്യങ്ങൾ, നമ്മുടെ ധനസ്ഥിതിയെക്കുറിച്ച്. ഈ 12ാം പഞ്ചവത്സര പദ്ധതി ഇവിടെ അവസാനമാണോ? അതെ. അതായത് ഞാൻ പറഞ്ഞത് ധനസ്ഥിതിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മുടെ ഗ്രോത്താണ്. ധനസ്ഥിതി എവിടെയാണ്? ധനസ്ഥിതി വന്നാലും ഗ്രോത്തിലാണ് വേണ്ടത്. ഗ്രോത്ത് വരുമ്പം ധനസ്ഥിതി കൂടും. അപ്പോൾ ആ ഗ്രോത്ത് എന്ന് പറയുന്ന ഡിജിറ്റിലേക്ക് ഉയർത്തുക. ചൈനയുടെ ഗ്രോത്തിനപ്പുറത്തേക്ക് കേരളത്തെ കൊണ്ടെത്തിക്കുക എന്നുള്ള ഒരു വിഷമവും ഇല്ല. നമ്മൾ ഏതാണ്ട് അടുത്ത് വന്നിരിക്കുന്നു. തീർച്ചയായും വളരെ നന്ദി മാണി സാർ, ഇന്നത്തെ ഈ തിരക്കുള്ള ദിവസവും ഞങ്ങളോട് സഹകരിച്ചതിന് എല്ലാ ഭാവവും. താങ്ക് യു.